കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അസ്ഥിത്തറയും കല്ലറയും തുളസിത്തറയും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് വീടുകളിൽ ഓരോ വസ്തുക്കൾക്കും ഓരോ സ്ഥാനമാനങ്ങൾ നമ്മുടെ ആചാര രീതി അനുസരിച്ച് പറയാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് അസ്ഥിത്തറ. ഇപ്പോൾ അസ്ഥിത്തറ കണ്ടുവരുന്നത് വളരെ കുറവാണ്. പഴയ കാലത്തൊക്കെയാണ് അടക്കം കഴിഞ്ഞ സഞ്ചയനത്തിന് നമ്മൾ പ്രധാന അസ്ഥികളൊക്കെ എടുത്ത് പച്ചക്കുടത്തിനകത്ത്, പച്ച കളറിലെ കുടമൊന്നുമല്ല കേട്ടോ, അതായത് വേവാത്ത കുടമുണ്ട്, നമ്മൾ കുടം ഉണ്ടാക്കി നമ്മൾ വെയിലത്ത് വെച്ച് പൂർണ്ണമായിട്ട് ഉണക്കിയെടുത്തത്. മറ്റേതാകുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന, ഇത് ചുടാതെ ഉള്ള കുടത്തിനകത്ത് ഇപ്പോഴതൊക്കെ മേടിക്കാൻ കിട്ടാനുണ്ട്. അസ്ഥി എടുത്ത് നമ്മൾ ഒരു വർഷക്കാലം വെച്ച് അത് കൃത്യം നേരെ തെക്ക് ഭാഗത്ത് തന്നെ നമുക്ക് ഒരു അരയടി താഴ്ച കുഴിയെടുത്ത് അസ്ഥി അവിടെ വെച്ചിട്ട് അത് ഒരു ഓടിടും. ഓടിട്ട് അതിനെ ഉണ്ടാക്കി അസ്ഥി ഇരിക്കുന്ന ആ കുടം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കമത്തോട് വെച്ചിട്ട് അതിനടുത്ത് പ്ലാവോ അതിൻ്റെ വൃക്ഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ദഹന സമയത്ത് ഉപയോഗിച്ച് ചുവന്ന പട്ടും വെളുത്ത തുണിയും അതൊക്കെ ഇട്ടേക്കും. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ മൺചിരാത് വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുക. രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും കത്തിക്കുക, ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം കത്തിക്കുക എന്നൊരു ആചാരം ഉണ്ടായത്. ഒരു വർഷത്തിന് ശേഷം നമ്മൾ അസ്ഥി കൊണ്ട് നിമഞ്ജനം ചെയ്ത ശേഷമാണ് പിതൃപ്രീതിക്കുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറ്. അപ്പം അങ്ങനെ ആ അസ്ഥിത്തറയ്ക്കുള്ള സ്ഥാനം നേരെ തെക്കാണ്. അസ്ഥിത്തറ വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കഴിവതും ദഹനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷക്കാലം നമ്മൾ വെച്ച് കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കത്തിക്കുക, ഇല്ലെങ്കിൽ ചുമ്മാതെ വെച്ചാലും തെറ്റില്ല. ഒരു വർഷം കഴിയാതെ കണ്ടിട്ട് നമ്മൾ അസ്ഥി ഒഴുക്കാൻ പാടില്ല, അത് മഹാപാപമാണ്. പണ്ടൊരു കഥയുണ്ട്. ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ കാരണവരുണ്ടായിരുന്നു. ആ കാരണവർ ഈ വീട്ടിലെ എല്ലാവരുടെയും മരിച്ച ദിവസം ബലി വെക്കുക പതിവുണ്ട്. ബലി വെക്കുമ്പോൾ ആ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ച വന്നിട്ട് ഈ ബലി വെക്കുന്ന ചോറെല്ലാം കഴിച്ചു തീർക്കും. അപ്പോൾ ആ പൂച്ചയെ കൊണ്ട് വലിയ ശല്യമായിട്ട്, അപ്പോൾ ഈ പൂച്ചയെ കൊണ്ട് കളയാൻ പല പ്രാവശ്യം നോക്കി നടക്കുന്നില്ല, ഇതിനെ കൊന്നു കളയാൻ നോക്കി അത് നടക്കുന്നില്ല. അവസാനത്തെ കാരണവരെന്ത്, ഇതിനെ ബലി ആകുമ്പോഴത്തേക്കും പിടിച്ച് കൊട്ടയ്ക്കകത്തിട്ട് അടച്ചു വെക്കും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഈ കാരണവരങ്ങ് മരിച്ചു. കാരണവർ മരിച്ചു കഴിഞ്ഞിട്ട് ഈ പൂച്ചയും മരിച്ചു. പിന്നെ വരും തലമുറക്കാരെന്താ ചെയ്യുക? പിന്നെ ഒരു തലമുറക്കാർ ഈ ബലി ആകുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെ ഒരു പൂച്ച സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് കൊട്ടയ്ക്കകത്തിട്ട് അടച്ചു വെച്ചേക്കും. അപ്പം ഇതേ സമ്പ്രദായം തുറന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. ഈ 2000 കാലഘട്ടത്തിന് ശേഷമൊക്കെയാണ് നമ്മൾ ഈ അസ്ഥി വെച്ച് വിളക്ക് കത്തിക്കുന്നില്ല. അതായത് നമ്മൾ സഞ്ചയനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്ഥി കൊണ്ട് ഒഴുക്കുക, അല്ലെ 16 കഴിയുമ്പോൾ അസ്ഥി ഒഴുകുക, അല്ലെ 40 അസ്ഥി ഒഴുക്കുക എന്നൊരു സമ്പ്രദായം. ഇടയ്ക്ക് ആർക്കെങ്കിലും ഇടക്കാലം വന്നിട്ട് ഈ വിളക്ക് കത്തിക്കാൻ പറ്റാത്തതായിട്ട്, അല്ലെങ്കിൽ അവർ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും 1-2 പേര് ചെയ്ത് കാണിച്ചതാണ് ഈ 41 16 അസ്ഥി ഒഴുക്കുന്ന സമ്പ്രദായം. ഇത് കഴിഞ്ഞിട്ട് അവർ ഒരു വർഷം കഴിഞ്ഞിട്ട് ആത്മാവിന് ഗതിയിട്ടില്ല എന്ന് കണ്ടിട്ട് അവരെ ആവാഹിച്ചിരുത്തും. ഈ സമ്പ്രദായം ആരും ചെയ്യില്ല. നമ്മൾ ഈ 16 കഴിയുമ്പോൾ അസ്ഥി കൊണ്ട് ഒഴുകുന്ന സമ്പ്രദായം പിന്നെ അങ്ങോട്ട് എല്ലാവരും ചെയ്തു പോരും. ഈ കൊട്ടയ്ക്കകത്ത് പൂച്ചയെ പിടിച്ചിരുന്ന സമ്പ്രദായമാണ്. അപ്പം അതിനകത്തൊന്നും കാര്യമില്ല, അത് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ഒരു വർഷം തന്നെ വെച്ച് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ വേണ്ട കാര്യം. വിധിപ്രകാരം പറയുന്ന കാര്യം അത് തന്നെയാണ്. അടുത്തത് നമുക്ക് കല്ലറയുടെ കാര്യം പറയാം. പ്രത്യേകിച്ച് നമുക്ക് കൊല്ലം ഭാഗത്തിന് തെക്കോട്ട് ചില വടക്കൻ പ്രദേശങ്ങളിലും ഞാൻ കണ്ടുവരാറുണ്ട്. പലയിടത്തും ചെല്ലുമ്പോഴത്തേക്കും കല്ലറ, അതായത് മൂത്തവർ നിൽക്കുമ്പോൾ ഇളയവരെ നമ്മൾ അടക്കം ചെയ്യുക, ദഹനക്രിയയ്ക്ക് വിധേയമാക്കാതെ ദഹിപ്പിക്കാതെ അടക്കം ചെയ്യുക, കല്ലറ കെട്ടി സ്ഥാപിക്കുക, അന്യമനസ്സിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടം മുറിയുന്നില്ല. ഒരാളിന് ദഹനക്രിയ ചെയ്യുമ്പോഴേ നമ്മൾ അത് ആ പട്ടടയിലേക്ക് എടുത്ത് ദഹനക്രിയ ഇടം മുറിയാതെ പോകാൻ പാടില്ല എന്ന് പറയും. ഇടം മുറിയുമ്പോഴാണ് ഇതിനകത്തിലെ പ്രാണനികൾ വിഘടിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാണനികൾ വിഘടിച്ച ശേഷം മാത്രമേ ആ പൂർണ്ണമായിട്ടും ദഹനം കഴിഞ്ഞെങ്കിലേ നമുക്ക് സഞ്ചയനത്തിന് അസ്ഥി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ദഹിപ്പിക്കാതെ അടക്കം ചെയ്യുമ്പോൾ നമുക്ക് അസ്ഥി എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ അടക്കം ചെയ്ത ഒരു കല്ലറയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനൊരു കാരണവശാലും മോക്ഷം കിട്ടത്തില്ല. ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ ആചാരപ്രകാരം നമ്മൾ ചെയ്യേണ്ടത് ദഹനക്രിയ തന്നെയാണ്, അടക്കമല്ല. ആ കല്ലറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലെ അസ്ഥിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുഴയിൽ ഒഴുക്കി ആ കല്ലറ പൊളിച്ചു മാറ്റി ആത്മാവിനെ ആവാഹിച്ച് ഇവിടെ ഇരുത്തി ആത്മാവിന് നിത്യശാന്തി നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. അത് തെക്ക് ഭാഗത്താണ് കല്ലറ വെക്കുന്നുണ്ടെങ്കിലും അനുകൂലമായിട്ടുള്ള സ്ഥാനമായിട്ട് പറയപ്പെടുന്നു. അടുത്ത നമ്മൾ വരുന്നത് തുളസിത്തറയിലേക്ക്. തുളസിത്തറ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ?
തുളസിത്തറ നമ്മൾ വെക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു 3 മീറ്റർ അല്ലെ 4 മീറ്റർ മാറിയിട്ട് പ്രധാന വാതിലിൻ്റെ ഫ്രണ്ട് വശത്തോ, അത് കിഴക്കോട്ടാണ് കിഴക്കോട്ട്, പടിഞ്ഞാട്ടാണ് പടിഞ്ഞാട്ട്, ഏത് ദിക്കിലേക്ക് തുളസിത്തറ വെക്കാൻ വിധി പറയുന്നുണ്ട്. അത് കൂടുതലായിട്ട് വാസ്തുപരമായിട്ട് നോക്കിയെങ്കിൽ നമുക്കത് വിധിയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നിതാണ് തുളസിത്തറ നമ്മൾ വെക്കുമ്പോൾ ആ തുളസിത്തറയ്ക്ക് മുൻവശം വരെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ വരുള്ളൂ. തുളസിത്തറ കഴിഞ്ഞിട്ട് നെഗറ്റീവ് അവസ്ഥകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയാണ്. അപ്പം നമുക്ക് അവിടെ ദൈവികമായിട്ടുള്ള ചൈതന്യം വേണം. അതിനകത്ത് തുളസി അവിടെ നമുക്ക് നടും, തുളസി തറ കെട്ടുന്നു. അതിനകത്ത് താഴെ നമുക്ക് മഴയൊന്നും പെയ്യാത്ത രീതിയിൽ ചെറിയൊരു പോട് പോലെ അല്ലെ പൊത്ത് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ മൺചിര, അതിനകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ തിരിയിട്ട് സന്ധ്യയ്ക്ക് കത്തിക്കുന്നത്. അപ്പം ആ തുളസിത്തറയ്ക്ക് പ്രധാനമായിട്ടും എല്ലാവരും കിഴക്ക് തന്നെയാണ് സ്ഥാനം 100% നിർദ്ദേശിക്കുക. കിഴക്ക് തന്നെ വേണമെന്നുമാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ പടിഞ്ഞാറും മധ്യമായിട്ട് പടിഞ്ഞാറും ഒക്കെ ചെയ്യാറുണ്ട്. തെക്ക് അങ്ങനെ കണ്ടുവരാറില്ല. വടക്കും കണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ വടക്കൻ പ്രദേശങ്ങളിൽ പലയിടത്തും വടക്ക് തുളസിത്തറയെ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ സ്ഥാനം കൂടെ നോക്കിയിട്ട് സ്ഥലപരിമിതിയൊക്കെ വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അസ്ഥിത്തറയും കല്ലറയും തുളസിത്തറയൊക്കെ വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ വെക്കുമ്പോൾ അശുദ്ധി വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ഭാവം വിളിച്ചു വരുത്താൻ പാടില്ല. വീട്ടിലെ പുലയോ വാലാഴ്മയോ അല്ലെങ്കിൽ പീരീഡ്സ് ടൈം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി സ്പർശിക്കുകയോ, അവിടെ നമ്മുടെ ചില അറിവില്ലാതെ ഞാൻ ഇടയ്ക്കിടത്ത് വാസ്തു നോക്കാൻ പോയപ്പോഴത്തേക്കും ഒരു തുളസിത്തറയെ കൊണ്ട് തുണി ഉണക്കാൻ ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരം ഭാഗത്ത് ബാലരാമപുരം ഭാഗത്തിടത്ത് ചെന്നപ്പോഴേ ഈ കല്ലറയെ കൊണ്ട് തുണി ഉണക്കാൻ ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ നീചമായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ശുദ്ധവൃത്തിയായിട്ട് പരിപാലിച്ച് നമ്മൾ എന്ത് അവസ്ഥയായാലും അതിനെ ഒരു ബഹുമാനം, അതിൻ്റെ മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.